ഗോകുൽ വി എസ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഗോകുൽ, നേരത്തെ ഗോകുലിൽ നിന്നെടുത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല പ്രതികരണങ്ങളൊക്കെ അവിടെ നിന്ന് വോട്ടർമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് അവർ ഈ പാലക്കാട്ടെ മത്സരത്തെ കാണുന്നത് എന്നതിനൊക്കെ വളരെ ഗൗരവമായ പ്രതികരണങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. വോട്ടെടുപ്പ് തുടങ്ങാൻ ഇനി കേവലം 3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഈ 3 മിനിറ്റ് ബാക്കി നിൽക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ പറയും എത്രമാത്രം ആവേശം പാലക്കാടിനുണ്ടെന്ന്. അത്രമാത്രം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് ചന്ദ്രേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ചന്ദ്രേട്ടൻ ഇവിടെയാണല്ലോ വോട്ട്? എനിക്ക് ഇവിടെയാണ് വോട്ട്. എപ്പോഴാണ് വോട്ട് ചെയ്യുക? ഫസ്റ്റ് വോട്ടറാണ്. ആദ്യം വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് പോകണം. അവിടെ കുറെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ഉണ്ട്. ഷാഫിക്ക് ഇവിടെ തന്നെയാണ്? ഷാഫിക്ക് ഇവിടെ തന്നെ വോട്ട്. ഷാഫി ഇപ്പൊ വരും. ബാക്കി ജോലികൾക്ക് പോവാൻ. അതുകൊണ്ടാണ് നേരത്തെ വന്ന് നിൽക്കുന്നത്. ചന്ദ്രേട്ടൻ ഇവിടുത്തെ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് വേഗം വോട്ട് ചെയ്തിട്ട് വേണം അടുത്ത ജോലികളിലേക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ നിരവധി പേർ, അതോടൊപ്പം തന്നെ സാധാരണക്കാരായുള്ള പല ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു നീണ്ട നിര തന്നെ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു ബൂത്തിൽ നമുക്ക് കാണാം. ഇവിടെ 2 ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്, GLP സ്കൂളിൽ. ഇവിടെ നിരവധി പേർ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ എത്തിയില്ലേ? വേഗം വോട്ട് ചെയ്ത് പോയി മറ്റു കാര്യങ്ങൾക്ക് ജോലിക്ക് പോകാനാണോ? അല്ല, ഹൗസ് വൈഫ്. പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാനാണ്? ചൂടാവുമ്പോഴേക്കും. ഇവിടുത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്തെ വിവരങ്ങളൊക്കെ അറിയാലോ, വാർത്തകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആവേശമുണ്ടോ ഭയങ്കരമായിട്ട്? യെസ്, ആസ് എ സിറ്റിസൺ അത് എന്റെ റൈറ്റ് അല്ലേ. അതെ, അവകാശം വിനിയോഗിക്കുക. യെസ്. ഈ ഒരു ആവേശത്തിലാണ് തങ്ങളുടെ അവകാശം എത്രയും പെട്ടെന്ന് വിനിയോഗിക്കുക. അതിനുവേണ്ടി തന്നെയാണ് ഇത്ര ഈ അതിരാവിലെ തന്നെ വോട്ടർമാർ പാലക്കാട്ടെ ഈ ബൂത്തുകളിലേക്ക് ഓടിയെത്തുന്നത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഈ പോളിംഗ് ആരംഭിക്കും. ഇവിടെ ക്യൂ ക്രമീകരിക്കുകയാണ്. ഓരോരുത്തരും വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്യൂ ക്രമീകരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആദ്യ വോട്ട് ഈ ബൂത്തിൽ രേഖപ്പെടുത്തും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ കുറച്ച് സമയമേ ആകുന്നുള്ളൂ. അതായത് ഈ വോട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് പലരും 6 മണിക്കൊക്കെ തന്നെ വന്ന് ഇവിടെ നിന്ന് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയവരൊക്കെ ഉണ്ട്. 6:58 ഇനി 2 മിനിറ്റ് മാത്രം. 2 മിനിറ്റിനുള്ളിൽ വോട്ടിംഗ് ആരംഭിക്കും. നല്ല ക്യൂ കാണാം. ഇത് ഏതാണ് ബൂത്ത്? ഏതാണ്? നല്ല ക്യൂ കാണാം. പൊതുവിൽ ഇങ്ങനെയായിരിക്കും ചിത്രമെന്ന് നമുക്ക് കരുതാമെന്ന് തോന്നുന്നല്ലേ? ഇത് മണപ്പള്ളിക്കാവുള്ള GLP സ്കൂളിലാണ്. ഇവിടെ 2 ബൂത്തുകളുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇത്രയധികം വാശിയേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളം കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഓരോ നിമിഷവും വാശിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഈ വോട്ട് ചെയ്യാൻ എത്തുന്നവരും വളരെ ആവേശത്തോടു കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി, വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ കേനാത്തുപറമ്പ്. നേരത്തെ വോട്ട് ചെയ്ത് പോകാനുള്ള ഒരു ആവേശത്തിലാണോ? വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ വോട്ട് ചെയ്ത് പറ്റുമെങ്കിൽ പോണം, ജോലിക്ക് പോകണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം തന്നെ വോട്ട് ചെയ്യാൻ വന്നതാണ്. എന്താണ് ഈ വാർത്തകളിലൊക്കെ ഇവിടുത്തെ ഒരു ആവേശമൊക്കെ കണ്ടാണല്ലോ? പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട്. വികസനത്തിന് വേണ്ടി യുവ വോട്ടർ കൂടിയുണ്ട്. ഞാൻ യാക്കര. ആദ്യത്തെ വോട്ടാണോ? അല്ല. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രമൊക്കെ ശ്രദ്ധിച്ചിട്ടാണോ വോട്ട് ചെയ്യുക? ഒരു നല്ല പേഴ്സണെ വോട്ട് ചെയ്യുക, നല്ല പേഴ്സണെ തെരഞ്ഞെടുക്കുക. എവിടെയാണ് സ്ഥലം? ഇവിടെ പാലക്കാട് തന്നെ, ബണപ്പള്ളിക്കാവിന്റെ അടുത്ത് തന്നെ. നേരത്തെ തന്നെ വോട്ട് ചെയ്ത്? നേരത്തെ വയസ്സായില്ല, അപ്പൊ ഇനി നിക്കാൻ വയ്യ, വെയിലായ. അതുകൊണ്ട് നേരത്തെ വന്നു. കഴിഞ്ഞല്ലോ. ഇവിടെ ഭയങ്കര ആവേശമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു മാസം. പാലക്കാട് ഇപ്രാവശ്യം നല്ല ആവേശം. സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിൽ വന്നിരുന്നു? വന്നിരുന്നു. എല്ലാവരും വന്നിരുന്നു. എത്ര തവണ വന്നു? എല്ലാവരും ഒരു 3 തവണയൊക്കെ വന്നിട്ടുണ്ടാവും. അത്ര വലിയ ആവേശമാണ്. അതെ, സ്വന്തം വീടുകളിലേക്കൊക്കെ സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തിയിട്ടുണ്ട് അല്ലെ? അതെ. എങ്ങനെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ്? എങ്ങനെയാണ്? ഭയങ്കര ഉഷാറായി പോകുന്നുണ്ട്. ഇവിടെയാണോ കഴിഞ്ഞ തവണ? കഴിഞ്ഞ തവണ ഇവിടെ തന്നെ. നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ വന്നിരുന്നു? ആ സമയത്തൊക്കെ ഈ തിരക്കുണ്ടായിരുന്നോ കഴിഞ്ഞ തവണ? വലിയ തിരക്കാണ്.